എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, ഭക്ഷ്യമന്ത്രിയുടെ പ്രതിമാസ ഫോണിംഗ് പരിപാടി നാളെ നടക്കും. 2021 നവംബർ 5 ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പരാതികളും ഭക്ഷ്യമന്ത്രിയെ അറിയിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 89 43 87 30 68 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ കാരണം കൊണ്ട് മാത്രം മുൻഗണനാ കാർഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ആളുകൾക്ക് ഭക്ഷ്യമന്ത്രിയെ വിളിച്ച് പരാതി പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ പരാതിപ്പെടണം. കാരണം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് മാത്രം ഉള്ളതിൻ്റെ പേരിൽ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയില്ല. അർഹരാണെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാം എന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പരാതി അറിയിക്കാൻ, ഭക്ഷ്യമന്ത്രിയെ നേരിട്ട് പരാതി അറിയിക്കാനുള്ള ഒരു അവസരമാണ് ഭക്ഷ്യമന്ത്രിയുടെ ഫോണിംഗ് പരിപാടി. ഇപ്പോൾ നാളെയാണ് ആ ഒരു അവസരമുള്ളത്. വെള്ളിയാഴ്ച നാളെയാണ് അവസരമുള്ളത്. അത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം വിനിയോഗിക്കുക. 1 മണിക്കൂറാണ് സമയം, 3 മണി മുതൽ 4 മണി വരെ. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉപഭോക്താക്കൾ കാണുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷയുമായി പരാതി നൽകാനുള്ള ടോൾ ഫ്രീ നമ്പറായ 1800 425 1125 എന്നുള്ളത് കാണുന്ന രീതിയിലുള്ള വലിപ്പത്തിൽ എഴുതി പ്രദർശിപ്പിക്കണം. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ VR വിനോദ് അറിയിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ, തട്ടുകടകൾ, ബേക്കറികൾ, സൂപ്പർ മാർക്കറ്റുകൾ, പലചരക്ക് കടകൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളിലും ലൈസൻസ് നിർബന്ധമാണ്. വെബ് പോർട്ടൽ വഴി ലൈസൻസിനും രജിസ്ട്രേഷനും സംബന്ധമായ മാർഗനിർദ്ദേശങ്ങൾക്കായി സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറെയോ ഭക്ഷ്യസുരക്ഷാ ഓഫീസറെയോ ബന്ധപ്പെടാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ foodSafety.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ലൈസൻസ് എടുക്കാത്ത കടകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTC ബസ്സുകൾ പണിമുടക്കുകയാണ്. ശമ്പള പരിഷ്കരണ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ വിവിധ യൂണിയനുകളുടെ പ്രതിഷേധം 48 മണിക്കൂർ പണിമുടക്കിലേക്ക് പ്രവേശിക്കുന്നത്. അതേസമയം യൂണിയനുകൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു ആവശ്യപ്പെട്ടു. കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന PMAY നഗരം ലൈഫ് പദ്ധതിയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സുരക്ഷിതമായ ഭവനം നൽകുന്നതിനോടൊപ്പം ഭവനത്തിൻ്റെ ഉടമസ്ഥാവകാശം സ്ത്രീകൾക്ക് നൽകുമെന്ന് തദ്ദേശ മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വയോജനങ്ങൾക്കും മാരക രോഗമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വാതിൽപ്പടി സേവനം കൂടുതൽ ഊർജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി പറയുന്നത് KSEBയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. വൈദ്യുതി കണക്ഷന് വേണ്ടി കേവലം 2 രേഖകൾ മതി. ഇനി തിരിച്ചറിയൽ കാർഡും ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഉണ്ടെങ്കിൽ ഇനി വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതാണ്. വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ വീട്ടു നമ്പറിൻ്റെയോ കെട്ടിട നമ്പറിൻ്റെയോ ആവശ്യം. വിശദ വിവരങ്ങൾക്ക് 1912 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 0471 25 55 544 എന്ന നമ്പറിലോ അടുത്തുള്ള സെക്ഷൻ ഓഫീസുകളിലോ വിളിക്കാവുന്നതാണ്. ഇന്നത്തെ കോവിഡ് കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് 7545 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5936 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71841 സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.